എനിക്ക് ഓണം എന്ന് പറയുന്നത് പൂക്കളമോ ഓണക്കോടിയോ വടംവലിയോ വാഴയ്ക്കേറ്റോ ഒന്നും ആയിരുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഓണക്കാലവും ഓണത്തിനിറങ്ങുന്ന കോമഡി ഓഡിയോ കാസറ്റുകളുടെ പുറകെ ഓടുന്ന സമയമായിരുന്നു. ഓഡിയോ കാസറ്റുകൾ മേടിക്കാൻ പറ്റില്ലെങ്കിൽ കാസറ്റ് കടയിൽ പോയി ഇരുന്ന് കേൾക്കുക, ഓഡിയോ കാസറ്റ് ചിലതെങ്കിലുമൊക്കെ മേടിച്ച് അടുത്ത വീടുകളിൽ പോയി ഇട്ട് കേൾക്കുക. ഒരു പരിധി വരെ ഒരു നർമ്മബോധം ഉണ്ടായതിനകത്തും ഇത്തരത്തിലുള്ള ഇപ്പൊ പോലും നമ്മുടെ പരിപാടിയിൽ കേശവമാമന്റെ പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ പാരഡികളോടൊരു താല്പര്യം ഉണ്ടായതും എല്ലാം അത്തരത്തിലുള്ള കാസറ്റുകൾ ജീവിതത്തിൽ നൽകിയ അല്ലെങ്കിൽ ചെലുത്തിയ സ്വാധീനമാണ്. അത്തരത്തിലുള്ള കാസറ്റ് കാലഘട്ടത്തെയും ആ കാലഘട്ടത്തിലെ ഓണത്തെയും ഓണപരിപാടികളെയും എല്ലാം ഓർക്കുന്നു. മാത്രമല്ല ടെലിവിഷനിൽ ഞാൻ ആദ്യമായി പരിപാടി അവതരിപ്പിച്ചത് ഒരു ഓണക്കാലത്താണ്, ഒരു ഓണം പ്രോഗ്രാമിനാണ് എന്നുള്ളതും ഓണം എനിക്ക് വലിയ ഓർമ്മ തരുന്ന ഒന്നാണ്. അങ്ങനെ ആദ്യമായി ഒരു ടെലിവിഷൻ പരിപാടിയിൽ എൻ്റെ മുഖം കാണിച്ചത്, എൻ്റെ വീട്ടിൽ കേബിൾ TV ഇല്ലാത്ത സമയത്ത് ആദ്യമായി ഒരു ടെലിവിഷനിൽ എൻ്റെ മുഖം കാണിച്ച ആള് തന്നെയാണ് ഇന്നത്തെ ഈ സ്പെഷ്യൽ എപ്പിസോഡുകളുടെ തുടക്കത്തിലെ ഈ ഫസ്റ്റ് എപ്പിസോഡിൽ അതിഥിയായി എത്തുന്നത്. ആ കലാകാരനെ, ആ നടനെ, ആ നിർമ്മാതാവിനെ, സംവിധായകനെ, ദേശീയ അവാർഡ് ജേതാവിനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സലീമേട്ടൻ. സലീമേട്ടൻ നമസ്കാരം. നമസ്കാരം. എല്ലാവർക്കും ഹൃദ്യമായ ഓണാശംസകൾ. ഓണാകുന്നേ ഉള്ളൂ, നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു. അഡ്വാൻസ് ആണ് നമ്മുടെ പ്രധാന ഐറ്റം അല്ലേ? സലീമേട്ടാ, രമേശ് ഏട്ടൻ പണ്ട് കാലത്തെ ഓണ കാസറ്റുകളെ പറ്റി പറഞ്ഞു, അതിനുശേഷം വന്ന ടെലിവിഷൻ പരിപാടികളെ പറ്റി പറഞ്ഞു. രമേശ് ഏട്ടൻ ആദ്യമായിട്ട് ടെലിവിഷനിൽ മുഖം കാണിക്കാനുള്ള അവസരം കൊടുത്തത് നമ്മുടെ സലീമേട്ടനാണെന്ന് പറഞ്ഞു. എന്തൊക്കെയായിരുന്നു ആ ഓണക്കാല ഓർമ്മകൾ? അല്ല, ഓണം എന്ന് വെച്ചാലേ ഈ മെയ് 31 പരിപാടി തീരും, പ്രോഗ്രാമുകളൊക്കെ തീരും, ട്രൂപ്പിന്റെ പരിപാടികൾ. പിന്നെ കർക്കിടകം ആഗസ്റ്റ് വന്നം, ആഗസ്റ്റ് ചിങ്ങവനം, അതുവരെ ഒരു പരിപാടി ഇല്ല, 5 പൈസ കയ്യിലില്ല. അപ്പൊ ഈ ഓണം വരാൻ ഇങ്ങനെ കാത്തു നിൽക്കും. അങ്ങനെ കാസറ്റ് ആയാലും സ്റ്റേജ് ഷോയിലും ഒക്കെ ഉള്ളൂ. അപ്പൊ ഓണം എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിനകത്ത് കാത്തിരിക്കുക തന്നെ വളരെ സന്തോഷമാണ്. അപ്പൊ ഇത് ഓണം എത്തുമ്പോ നമുക്ക് സ്റ്റേജ് പ്രോഗ്രാമായി, കാസറ്റായി, ഇപ്പൊ ഈ TV പ്രോഗ്രാമായി, അങ്ങനെ ഒരുപാട് പൈസ നമ്മുടെ കയ്യിൽ വന്നു ചേരും കലാകാരന്റെ സമയത്ത്. അപ്പൊ ഇത്ര ഉള്ള ഈ 3 മാസത്തെ കടമൊക്കെ വീട്ടുന്നത് ഈ ഓണം പരിപാടി കൂടി ആയിരിക്കുള്ളൂ. അപ്പൊ ഓണം നമ്മളെ എന്നും സഹായിച്ചിട്ടേ ഉള്ളൂ. ഇപ്പോ സലീമേട്ടന് ഒരു നല്ല ഐശ്വര്യമുള്ള കൈയാണ്. ഞാൻ എന്തിനാണ് ഓണക്കാലത്ത് ഇവരുടെ മുന്നിൽ സലീമേട്ടനെ വിളിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, എന്നെ ഫസ്റ്റ് കൊണ്ട് പരിപാടി ജയിച്ചെന്ന് പറഞ്ഞല്ലോ, ഏകദേശം ഒരു 2300-നും 500-നും ഇടയിൽ ടെലിവിഷൻ എപ്പിസോഡുകൾ ഞാൻ ചെയ്തു സലീമേട്ട അതിനുശേഷം. അപ്പൊ സലീമേട്ടൻ ഉണ്ടെങ്കിൽ അതിനുള്ള ഒരു ഐശ്വര്യം നമ്മുടെ എല്ലാ കണ്ടസ്റ്റൻസിനും ഉണ്ടാവും എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. തീർച്ചയായിട്ടും ഞാൻ അഭിമാനിക്കുന്നതിൽ അന്ന് ഇവരെ കൊണ്ടുപോയപ്പോൾ ഞാൻ ഒരുപാട് തെറി കേട്ടു. ഇവരെ കൊണ്ടുപോയാല് കാരണം ഇവർ പുതുമുഖങ്ങളാണ്. അപ്പൊ പഴയ ആളുകളെ ഞാൻ മുഴുവൻ മാറ്റിയിട്ടാണ് പുതിയ ആളുകൾ, പക്ഷെ അതിനടക്കമുള്ള പുതിയ ആൾക്കാരായിട്ട് വരുന്നത്. അപ്പൊ ഇവരെന്താണ്, ഇവർക്ക് ഒരു പകച്ചിലുണ്ടായിരുന്നു. അപ്പൊ എന്നെ വിളിക്കുന്ന തെറി മുഴുവനും ഞാൻ ഇവരെ വന്ന് വിളിക്കാൻ തുടങ്ങി. അപ്പൊ ഇവർക്ക് എന്നേക്കും ശത്രുത. പക്ഷെ എന്നിരുന്നാലും അന്ന് കൊണ്ടുപോയ ആളുകളൊക്കെ എല്ലാവരും രക്ഷപ്പെട്ടു എന്നുള്ളതാണ് അന്ന്. അതിന് വലിയ സന്തോഷമുണ്ട്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ ഉപവിഷ്ടരായിക്കൊണ്ട് നമുക്ക് പങ്കുവയ്ക്കാം, പ്ലീസ്. ഏതാനും എപ്പിസോഡുകളിൽ അതിഗംഭീരമായ ഓണാഘോഷ നിമിഷങ്ങളിലൂടെ ആയിരിക്കും നമ്മൾ കടന്നു പോവുക. നിങ്ങളുടെ ഇഷ്ട താരങ്ങൾ ഈ വേദിയിൽ വന്ന് ചിരിയും കളിയും തമാശയും സംഗീതവും ഒക്കെ പങ്കുവെച്ചുകൊണ്ട് ചിരി പ്രദാനം ചെയ്തുകൊണ്ടുള്ള എപ്പിസോഡുകളായിരിക്കും അവ. നമസ്കാരം വിഷു. നമസ്കാരം. 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 ഞാൻ ഒരു പുതിയ പ്രൊജക്ട് തുടങ്ങാൻ പോവുകയാണ്. സലീമേട്ടൻ പണ്ട് ഓഡിയോ കാസ്റ്റിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടല്ലേ? പിന്നെ ഒരുപാട് പിഷാരടി അതിൽ കയറാൻ വേണ്ടി ഒരുപാട് പാടുപെട്ടിട്ടുണ്ട് അല്ലേ? ഞാൻ നല്ലോണം പാടുപെട്ടിട്ടുണ്ട്. വലിയ ആഗ്രഹമായിരുന്നു ഓഡിയോ കാസറ്റിൽ പങ്കെടുക്കണമെന്ന്. ഓക്കെ. അപ്പൊ ഞാനിപ്പോ എന്താന്ന് വെച്ചാല് ഒരു പുതിയ സംരംഭം നമ്മുടെ ഈ ഓണക്കാലത്ത് തുടങ്ങിയാണ്. കാവർത്തന്റെ ബിസിനസ് അല്ല, ചക്രവർത്തി അല്ല, പ്ലാസ്റ്റിക് വാഴയില്ല, ഇതൊന്നുമല്ല നിങ്ങൾ ഉദ്ദേശിച്ചത്.
അതൊന്നുമല്ല, അത് ഓണത്തിന് തുടങ്ങാൻ പറ്റിയ സംഭവം. അത് വേറെ ആൾക്കാർ ചെയ്യുന്നുണ്ട്. അത് പിന്നെ തോളന്ന് പൂക്കൾ കൊണ്ടുവന്നിട്ട് ഇവിടെ വിൽക്കാനുള്ള പരിപാടിയാണോ? അല്ലെന്നേ. അല്ല, പിന്നെ എന്താ ചെയ്യുന്നത്? ഞാൻ പറയാം. കാരണം വെച്ചാല് നമ്മളിപ്പോ തുടങ്ങാൻ പോണെന്ന് പറഞ്ഞാല് പഴയതിനെ തിരിച്ചു കൊണ്ടുവരാൻ പോണേ. ഇതൊന്നുമല്ല, പിന്നെ ഞാൻ ഓഡിയോ കാസറ്റ് ഇറക്കാൻ പോവാണ്. ഈ കാലത്ത് ആരെങ്കിലും ഓഡിയോ കാസറ്റ് ഇറക്കുവോ? എന്തിറക്കാല്? ടേപ്പ് റെക്കോർഡ് അതിന് അമ്മാവ ടേപ്പ് റെക്കോർഡർ ഇറക്കിയിട്ട് വേണ്ട ഓഡിയോ കാസറ്റ് ഇറക്കാൻ. എന്റെ പിഷാരടി സലിമേട് കേൾക്കണത്, നിന്ന് പോയ പാരഡി ഞാൻ തിരിച്ചു കൊണ്ടുവന്നില്ലേ? അതുപോലെ ഞാൻ ഇതിനെ തിരിച്ചു കൊണ്ടുവരും. ഏത് ഓഡിയോ കാസറ്റ്? ഓഡിയോ കാസറ്റ് ഞാൻ തിരിച്ചു കൊണ്ടുവരും. നിങ്ങൾക്കൊക്കെ അവസരം ഉണ്ടാവില്ല. അല്ല, ഒരു പരിധിവരെ ശരിയാണ് കേട്ടോ. ആൾക്കാർ ഇപ്പൊ യാത്ര ചെയ്യുമ്പോഴൊക്കെ കേൾക്കാൻ പാകത്തിന് ആപ്പുകളായി എന്നുള്ളതേ ഉള്ളൂ. ഓഡിയോ ആളുകൾക്ക് ഇപ്പോഴും ഇഷ്ടമാണ്. പലതരത്തിലുള്ള ആപ്പിലൂടെ പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ കാസറ്റ് ഇറക്കാൻ പോവാണ്. ഇറക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇറക്കിയാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും അതിൽ പങ്കെടുക്കുമെന്നും കൂടെ എനിക്കറിയണം. ബിസിനസ് ആണല്ലോ അല്ലെ? എങ്ങനെയാണ് അത് താല്പര്യം? പൈസ തരാണെങ്കിൽ ഇപ്പൊ അല്ലേ? പൈസ തരാണെങ്കിൽ പൈസ ഉണ്ട്. പൈസ അല്ല, സലീമേട്ട പൈസ മാത്രമല്ല. അമ്മാവ ഒരു കാര്യം പറയാം. അമ്മാവൻ ഇപ്പൊ വന്നിട്ട് എളുപ്പത്തിൽ ഈ ഓഡിയോ കാസറ്റ് അങ്ങ് ഇറക്കാം, ഓഡിയോ കാസറ്റിന്റെ ബിസിനസ് ചെയ്യാന്നൊക്കെ പറഞ്ഞല്ലോ. ഇത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ഇതിൽ വിഷ്വലുകൾ ഇല്ല. ശബ്ദത്തിൽ കൂടെ തന്നെ നടക്കുന്നത് എന്താണ് സിറ്റുവേഷൻ, എന്താണ് ലൊക്കേഷൻ, ആരൊക്കെയാണ് വന്നിരിക്കുന്നത്, എന്താണ് കഥാപാത്രങ്ങൾ, ഇതിലെല്ലാം ഒരുപാട് നർമ്മം. ഇങ്ങനെ ഒരു 1.5 മണിക്കൂർ ദൈർഘ്യം ശബ്ദത്തിലൂടെ മാത്രം ജനങ്ങളെ ചിരിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അതിന് മാത്രം പ്രതിഭയും കഴിവും എക്സ്പീരിയൻസും ഒക്കെ ഉള്ള ആർട്ടിസ്റ്റുകൾ ഉണ്ടെങ്കിലേ ഓഡിയോ കാസറ്റ് വിറ്റ് പോകാൻ പറ്റുള്ളൂ. എന്റെ പിഷാരൻ ഇത് പിഷാരന് മാത്രം കണ്ടുകൊണ്ട് ഞാൻ ഈ രംഗത്തേക്ക് വരുമെന്ന് തോന്നണ്ട. പ്രഗത്ഭരായ ആൾക്കാരെ നിരത്തിക്കൊണ്ടാണ് ഞാൻ ഈ രംഗത്തേക്ക് വരുന്നത്. അണിനിരത്തിക്കൊണ്ട്. പണ്ടും ഇപ്പോഴും നമ്മളെയൊക്കെ പൊട്ടിച്ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കുറെ കലാകാരന്മാരുണ്ട്. അവരെ ഞാൻ അണിനിരത്തിക്കൊണ്ടാണ് ഈ ഓണത്തിന് കാസറ്റ് ഇറക്കാൻ പോണത്. ആരൊക്കെയാണെന്നുള്ളത് ഞാനിപ്പോ കാണിച്ചു തരാം. എന്താ കാസറ്റിന്റെ പേരെന്താ? കാസറ്റിന്റെ പേര് ദേ ഫൺസ് അപ്പോൺ എ ടൈമിന് ഇടക്ക് പുട്ട് കച്ചവടം. ഇട്ടോട്ടെ. ഈ ഓണക്കാലത്ത് നിങ്ങളെ കുടുകുടാ ചിരിപ്പിക്കാൻ ദേ ഫൺസ് അപ്പോൺ എ ടൈമിൽ പുട്ടുകച്ചവടം. നിരവധി അനവധി ഓഡിയോ കാസറ്റുകളിലൂടെ പൊട്ടിച്ചിരിയുടെ മാലപ്പടക്കത്തിന് തിരികൊളുത്തിയ ഹാസ്യലോകത്തെ രാജാക്കന്മാർ ഒരുമിക്കുന്ന അപൂർവ നർമ്മവിരുന്ന്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന കലാകാരന്മാർ വാക്കുകളുടെ ശരവർഷത്താൽ നമ്മെ ചിരിപ്പിക്കുന്ന, ടൈമിങ്ങിലൂടെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന മികച്ച കലാകാരന്മാർ ഇതാ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹരിശ്രീ മാർട്ടിൻ ആൻഡ് സാജൻ പള്ളൂരുത്തി. നിരവധി അനവധി ഓഡിയോ കാസറ്റുകളുടെയും ടെലിവിഷൻ പരിപാടിയുടെ രചനയിലൂടെയും പ്രിയപ്പെട്ടവരായി മാറി. ഓഡിയോ കാസറ്റുകളിൽ ഒഴിച്ചുകൂടാനാവാത്ത താര സാന്നിധ്യം സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഷിനോദ് മലയാറ്റൂർ ആൻഡ് ഹരിശ്രീ യൂസഫ്. അനിതര സാധാരണമായ രചനാ വൈഭവം കൊണ്ടും നിരവധി അനവധി സൂപ്പർ ഹിറ്റ് പാരഡി ഗാനങ്ങളുടെ രചനകളിലൂടെയും ജനകീയനായ എഴുത്തുകാരൻ, ഒപ്പം മാവേലി മന്നന്റെ ശബ്ദത്തിലൂടെ ലോകമെമ്പാടുമുള്ള മലയാളികളെ പൊട്ടിച്ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കലാകാരൻ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഷിജു അഞ്ജുമന ആൻഡ് കലാഭവൻ ജോഷി. ഏറ്റവും കൂടുതൽ സൂപ്പർ ഹിറ്റായ ഓഡിയോ കാസറ്റുകളുടെ രചനയിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം തേടിയ കലാകാരൻ, ഓഡിയോ കാസറ്റുകളുടെ ആരംഭകാലം മുതൽ ഇന്നുവരെ വളരെ സജീവമായി നിലനിൽക്കുന്ന കലാകാരൻ ഏറെ സ്നേഹത്തോടെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു തോമസ് തോപ്പിൽക്കുടി ആൻഡ് ഏലൂർ ജോർജ്. കൊച്ചിൻ കലാഭവനിലൂടെ മലയാളത്തിലെ തന്നെ ആദ്യത്തെ ഓഡിയോ കാസറ്റ് നിങ്ങൾക്ക് മുമ്പിൽ എത്തിച്ച പ്രതിഭ, മിമിക്രി എന്ന കലയുടെ തലതൊട്ടപ്പന്മാരിൽ ഒരാൾ, നിറഞ്ഞ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു KS പ്രസാദ്.
എല്ലാ മഹാരഥന്മാർക്കും നമ്മുടെ ഫണ്ട്സ് അപ്പോൺ എ ടൈമിലേക്ക് സ്വാഗതം. സനിമേട്ട സ്വാഗതം. എല്ലാവർക്കും സ്വാഗതം. ഞാൻ തുടക്കത്തൊട്ട് പറഞ്ഞു ഒരു ഓഡിയോ കാസറ്റിൽ പങ്കെടുക്കുക എന്നുള്ളതായിരുന്നു എന്റെ ബാച്ചിൽപ്പെട്ട എല്ലാ മിമിക്രി ആർട്ടിസ്റ്റുകളുടെയും ഏറ്റവും വലിയ ആഗ്രഹം. ഇവരൊക്കെയാണ് അന്ന് ഇറങ്ങിക്കൊണ്ടിരുന്ന ഇവരും ഇവരുടെ സഹപ്രവർത്തകരായിട്ടുള്ള ഒരു സംഘം ആൾക്കാരുമാണ് ഏറ്റവും കൂടുതൽ ഓഡിയോ കാസറ്റുകളിൽ പങ്കെടുത്തിട്ടുള്ള ഏറ്റവും കൂടുതൽ ഓഡിയോ കാസറ്റുകൾ ഇറക്കിയിട്ടുള്ള ആളുകൾ ഈ നിരന്ന് നിൽക്കുന്നത്. അതായത് മലയാളത്തിലെ ആദ്യത്തെ കോമഡി ഓഡിയോ കാസറ്റിൽ പങ്കെടുത്ത കലാകാരനാണ് നമ്മുടെ പ്രസാദ് ഏട്ടൻ. പ്രസാദ് ഏട്ടൻ അത് എപ്പോഴാണ് അത് ഇറക്കിയത്? അത് ഇറക്കിയതല്ല, ഇറങ്ങിയതാ. കാരണം നമ്മളാരും ഒഫീഷ്യലായിട്ട് ഇറക്കിയതല്ല. ഞങ്ങൾ 82-ൽ ഒരു പ്രോഗ്രാം ചെയ്തു ടൗൺ ഹാളിൽ. അതിൽ സിദ്ദിഖ്, നമ്മുടെ ഇന്നത്തെ സംവിധായകൻ സിദ്ദിഖ്, ലാല്, NF വർഗീസ്, അതുപോലെ അൻസാർ, റഹ്മാൻ എല്ലാവരും ഉണ്ടായിരുന്നു, ഞാൻ ഉൾപ്പെടെ. അതാരോ അത് മിക്സർ ചെയ്യുന്ന ഔട്ട് എടുത്ത് റെക്കോർഡ് ചെയ്തു. ഇതിങ്ങനെ വിറ്റ് കഴിഞ്ഞാൽ ഒരു ലാഭമുണ്ടെന്നും ആളുകൾ ഇത് കാണുമെന്നും ആർക്കും അറിയില്ലല്ലോ, ഫസ്റ്റ് അല്ലേ ഇത്. അപ്പൊ ഞാനൊരു ദിവസം ഷൺമുഖൻ റോഡിൽ നിൽക്കുന്ന സമയത്ത് ഒരു ജനക്കൂട്ടം കണ്ടു. അപ്പൊ നമ്മളിപ്പോ കണ്ടല്ലേ ഈ ക്രിക്കറ്റ് ഒക്കെ കളി നടക്കുമ്പോൾ ഫൈനലിന്റെ ഒരു 10, 25 പേര് 50 പേര് നിന്ന് കാണുന്നു, അതേപോലെ നിൽക്കുന്നു. പ്രതീക്ഷിക്കാത്തൊരു ജനക്കൂട്ടം. ഞാൻ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോ നമ്മുടെ ട്രൂപ്പിലെ ഐറ്റംസാ. സിദ്ദിഖിന്റെ, ദുബായ് മാനും, NF വർഗീസിന്റെയും ഞാനും അവരൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പൊ ആ ശബ്ദം ഇത് കേൾക്കാൻ ആളുകളെല്ലാം നിൽക്കുന്നു. അപ്പൊ ഞങ്ങൾ അങ്ങോട്ടും കൂടെ ഫോൺ ചെയ്യാൻ തുടങ്ങി. അപ്പോഴാ പറയുന്നത് ആലുവയിലുണ്ട് ഇത്, കോട്ടയത്തും ഉണ്ട്, കേരളം മുഴുവൻ ഈ സാധനം ഇറങ്ങി. അതാരാണ് ഇറക്കിയത് അതിപ്പോഴും അറിയില്ല. 1-2 പേരുടെ പേരുകൾ സംശയമുണ്ട്, എന്നാലും അറിയാതെ പറയാൻ പാടില്ലല്ലോ പബ്ലിക്കായിട്ട്. അപ്പോഴാണ് ഇത് അറിയുന്നത്, ഇതിന് ഇങ്ങനെ ഒരു സാധ്യതയുണ്ട്. അതിനുശേഷമാണ് എനിക്ക് തോന്നുന്നത് ജയറാമിനെ എല്ലാം വെച്ചിട്ട് അബൂക്ക കോമാക്സ് എന്ന് പറഞ്ഞൊരു കാസ്റ്റ് ഇറങ്ങി, നമ്മുടെ കോലഞ്ചേരി റഹ്മാനെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഹനീഫ. അതും ഇതുപോലെ പോയി. അതിനുശേഷമാണ് കലാഭവൻ തുടങ്ങുന്നത്, കലാഭവൻ മിമിക്സ് പരേഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോഴൊക്കെ ജയറാമൊക്കെ എത്തി. അങ്ങനെയാണ് പിന്നെ കാസറ്റുകളുടെ ഒരു ഒഴുക്കം കൂടെ തുടങ്ങുന്നത്. ഏറ്റവും കൂടുതൽ കാസറ്റുകൾക്ക് എന്ന് വെച്ചാൽ സ്ക്രിപ്റ്റ് എഴുത്തിന്റെ ഭാഗമായിട്ട് നിന്നിട്ടുള്ള ഒരാളാണ് തോമസ് തോപ്പിൽക്കൊടി എന്ന് പറയുന്ന ആള്. കാരണം അന്ന് മറ്റുള്ള മിമിക്രിക്കാര് സ്ക്രീനിൽ വരുന്നതുകൊണ്ട് സ്റ്റേജിൽ വരുന്നതുകൊണ്ട് അവരെ മുഖപരിചയം ഉണ്ടായിരുന്നു. തോമസ് ഏട്ടൻ പേരിങ്ങനെ കാസറ്റിൽ മാത്രം കേട്ടോണ്ടിരിക്കുന്ന ഒരാളാണ്. ഒരു സിനിമയ്ക്ക് പോസ്റ്റർ ഒട്ടിക്കുന്നത് പോലെ വഴിയരിക് മുഴുവൻ ഓഡിയോ കാസറ്റിന്റെ പോസ്റ്ററുകൾ ഒട്ടിക്കാവുന്ന തരത്തിൽ അതിന് മാർക്കറ്റ് ഉണ്ടായത് ടൈറ്റാനിക് എന്ന് പറയുന്ന കാസറ്റൊക്കെ വന്നാണ്. അതിന്റെയൊക്കെ രചന നടത്തിയ ആളാണ് തോമസ് ഏട്ടൻ. തോമസ് ഏട്ടാ, എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഈ വേദിയിൽ നിൽക്കണേൽ ഡയാനയും അതേപോലെ തന്നെ സുധി പറവൂര്, പിഷാരടി ഒഴിച്ച് ബാക്കി എല്ലാവരും ഞാൻ കാസറ്റിൽ പങ്കെടുത്തിട്ടുണ്ട്. എല്ലാവരും വലിയ സന്തോഷം തോന്നുന്നു. സലികുമാർ അടക്കം. ഞാനൊരു മാവേലി ഒമ്പത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അതില് ലാസ്റ്റ് 2 പങ്കെടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഫസ്റ്റ് ഏറ്റവും ആദ്യമായിട്ട് അന്ന് മിമിക്സ് ഡ്രാമ എന്ന് പറഞ്ഞ കാസറ്റ് ഞങ്ങൾ ഏറ്റവും ആദ്യമായിട്ട് എഴുതണം. അന്ന് ഈ കലാഭവന കാസറ്റ് ഇറങ്ങുന്ന സമയത്ത് അത് ഇറക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് ഞാനും ഹരിശ്രീ മാർട്ടിനും ഞങ്ങൾ ഒരുമിച്ചിരുന്നാണ് കാസറ്റ് എഴുത്തൊക്കെ. മാർട്ടിൻ്റെ വീട്ടിലെ ഒരു ചെറിയൊരു മുറിയിലിരുന്ന് എഴുതും. അത് കഴിഞ്ഞിട്ട് ഈ പ്രൊഡ്യൂസറെ തപ്പി കൊടുക്കും. അങ്ങനെ ലാസ്റ്റ് വിൽസൺ ചേട്ടനെ പോയി കണ്ടു. അങ്ങനെ വിൽസൺ ചേട്ടനെ പ്രൊഡ്യൂസ് ചെയ്ത് ഹരിശ്രീ ആശോചന ഡയറക്റ്റ് ചെയ്ത് അങ്ങനെ ഫസ്റ്റ് കാസറ്റ് ഇറങ്ങി മിമിക്സ് ഡ്രാമ എന്നുണ്ട്. അതിൻ്റെ അകത്താണ് ആ കറണ്ട് അടിക്കുമ്പോൾ എത്ര ഷോക്ക് അടിച്ചാലും ഷോക്ക് അടിക്കാത്തൊരു മനുഷ്യൻ കറണ്ടിലേക്ക് തൊടുമ്പോൾ ആ ഐറ്റം അതിൻ്റെ അകത്തുള്ളായിരുന്നു. പിന്നെ ഒരു കഥാപ്രസംഗം, ബാല, അങ്ങനെ കുറേ സാധനങ്ങൾ. അത് ഭയങ്കര സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായിരുന്നു. പിന്നെ അതിനുശേഷം +2 കോമഡി എന്നുള്ള കാസറ്റ് അങ്ങനെ പോകുന്നു. പിന്നെ നാദർഷ എന്നെ വിളിച്ചിട്ടാണ് ദേവാലി 9 എന്നുള്ള കാസറ്റിൽ വന്നത്. പിന്നെ ഞാനും സലീമറും ഒരുമിച്ച് 2-3 കാസറ്റ് എഴുതിയിട്ടുണ്ട്. പാരഡി മുത്തു എന്ന് പറഞ്ഞൊരു കാസറ്റ്, മുത്തു സിനിമയുടെ പാരഡി ആയിട്ട്. മറന്നുപോയി അന്ന്. അന്ന് എന്നെ മറന്നുപോയി. അതിനകത്തുണ്ടായിരുന്നു. മറന്നുപോയി. അല്ല നീ വിളിച്ചാനേ കേട്ടോ. ഇങ്ങോട്ട് വിളിച്ചത് എന്റെ പരിപാടിക്ക്. പിന്നെ അതിന് മമ്മൂക്ക സിനിമയും ലാലേട്ടൻ സിനിമയും ഇറങ്ങുന്ന പോലെയായിരുന്നു ആ സമയത്ത്. ഒരു ദേമാവലി 9 ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടം എന്ന് പറഞ്ഞാൽ രണ്ടും തമ്മിൽ വലിയ കോമ്പറ്റീഷൻ ആണ്. അതിൽ പുട്ടുകച്ചവടത്തിൽ പെട്ടതാണ് സാജൻ ചേട്ടനൊക്കെ. ആ കാലഘട്ടത്തിൽ ഞാൻ ആദ്യമായിട്ട് എറണാകുളത്ത് ലാൻഡ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ എറണാകുളത്ത് വന്ന് നിൽക്കുമ്പോൾ എനിക്ക് പരിചയമുള്ള ഒരു മിമിക്രി കലാകാരൻ രഘു കളമശ്ശേരിയാണ്. രഘു കളമശ്ശേരിയാണ് നമുക്കൊരു ട്രൂപ്പ് ഉണ്ടാക്കാമെന്ന് പറയുമ്പോൾ ഒരാളെ കൂടി വേണമെന്ന് പറയുന്നത്. നാഗാലാൻഡിലെ ഒരു ചിത്രകാരനുണ്ട്, അവൻ്റെ പേര് മാർട്ടിൻ എന്നാണ് എന്ന് പറയുന്നത്. അങ്ങനെ മാർട്ടിൻ ലാൻഡ് ചെയ്തതിന് ശേഷമാണ് എന്നോട് പറയണത് എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് തോമസ് തോപ്പിൽക്കൊടി എന്ന് പറയും. അങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ചൊരു സമയത്ത് സമ്മേളിക്കുക. ആ സമ്മേളനത്തിൻ്റെ സമയത്താണ് ഞാനും ഈ കാസറ്റിലേക്ക് ചെന്നുപെടുന്നത്. അത് ദിലീപും നാദൃശയും അബിയും കൂടി ഇറക്കിയ ഓണത്തിനടക്ക് പുട്ടുകച്ചവടം എന്നുള്ള കാസറ്റ് ഒരു 2-3 വർഷം കഴിഞ്ഞ് അവർ മാറിക്കഴിഞ്ഞിട്ട് 6ാം ഭാഗത്തിലേക്കാണ് ഞാൻ ചെന്ന് കയറുമ്പോൾ ആ മുറിയിൽ പ്രദീപ് പള്ളുരുത്തിയുണ്ട്, കലാഭവൻ ജോഷിയുണ്ട്, മനോജ് ഗിന്നസ് ഉണ്ട്, ഹരിശ്രീ അൻസാറുണ്ട്. അങ്ങനെ ഞങ്ങളൊരു ടീം ഇങ്ങനെ യാത്ര ചെയ്ത് പോകുമ്പോഴാണ് അവിടേക്ക് ഷിജു അഞ്ചുമന എന്ന് പറയുന്ന പയ്യൻ വന്ന്
കയറുന്നത്. പിന്നെ ഷിജു അഞ്ചുമനയായി. അപ്പൊ അന്നൊക്കെ ഞങ്ങളുടെ മനസ്സിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വർഷം ഞങ്ങള് 11 മാസം വീട്ടിലിരുന്ന് ചിന്തിച്ചിട്ട് 12ാം മാസം ഓണത്തിന് ഒരു മാസം മുമ്പ് എല്ലാവരും ഹോട്ടലിൽ വരുന്നു. അന്ന് ആരും കല്യാണം കഴിച്ചിട്ടില്ല, പ്രദീപേട്ടൻ ഒഴിച്ച് എല്ലാവരും ഇങ്ങനെ നിന്നിട്ട് അത്ര നാളുണ്ടാകുന്ന സമകാലീന സംഭവങ്ങളെ മുഴുവൻ കോർത്തിണക്കിയാണ് ഓണത്തിനടക്ക് പുട്ടുകച്ചവടം എഴുതി തീർക്കുന്നത്. അത് അന്നുണ്ടായ ഒരു സുഖം, അന്ന് കാണുമ്പോൾ കൂടുന്ന ഇമ്പം, മനസ്സിന് കിട്ടുന്ന ഒരു സന്തോഷം, ഒരുപാട് ഓർമ്മകളായി ഉറക്കുന്ന അന്നത്തെ വളർച്ചയും ഉയർച്ചയും സ്വപ്നം കണ്ട് എങ്ങനെ ആകാം, എങ്ങനെ ആയിത്തീരാമെന്ന് ആഗ്രഹിക്കുന്ന പലരും ഇന്ന് പല പ്രതലങ്ങളിലും എത്തിച്ചേർന്നു, തിരക്കുള്ളവരായി മാറി. അവരെ വീണ്ടും കാണാനുള്ള ഒരു അവസരം ഒരുക്കിയത് വൺസ് അപ്പോൺ എ ടൈമാണ്. അല്ല, ഞാനും ഇപ്പൊ ഒരു നിമിഷം ഒന്ന് നോർത്തിലേക്ക് ഒന്ന് പോയി. ഈ ഹോട്ടലിലെ താമസം, ഹോട്ടല് അതായത് ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് പോകുന്ന പ്രശ്നമില്ല. എല്ലാവരും അവിടെ തന്നെ ഇരിക്കുക, എഴുതുക, ആലോചിക്കുക, അതിനെക്കുറിച്ച് സംസാരിക്കുക. സാജൻ ആണെങ്കിലും പിന്നെ അതിനിടയ്ക്ക് ഓരോ കൗണ്ടറും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമല്ലോ. അപ്പൊ കല്യാണം കഴിച്ചിട്ടില്ല, ആരെയും പേടിക്കണ്ടല്ലോ. ആരെയും പേടിക്കണ്ട. അതെ. അപ്പൊ ഒത്തിരി നല്ല അനുഭവങ്ങൾ വരുന്ന ഒരു നിമിഷങ്ങളാണത്. ഈ കാസറ്റിലെ ശബ്ദത്തിലൂടെ നിങ്ങളെയൊക്കെ ആരാധകർ തിരിച്ചറിയുമായിരുന്നു. ഇപ്പം യൂസഫക്കയുടെ ഫാദർ ഡൊമിനിക് തിരമാല അച്ഛൻ എല്ലാ കാസറ്റിലും പള്ളിയിലച്ഛനായിട്ട് യൂസഫക്ക ചെയ്യുമായിരുന്നു അല്ലേ? ഞാൻ സത്യത്തിലെ ആദ്യകാലങ്ങളിൽ ഞാനും ചന്ദ്രൂര് എൻ്റെ നാട്ടുകാരൻ നജീബുമായിട്ടായിരുന്നു കാസറ്റ് ചെയ്യണത്. അങ്ങനെ ഒരു 3-4 വർഷത്തോളം ഞങ്ങൾ അപ്പോൾ ദേമാവലി ഒമ്പത്തും ഓണത്തിനൊക്കെ പുട്ടുവച്ചോടൊക്കെ ഹിറ്റായി നിൽക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് അതിലൊന്നും എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള കാസറ്റൊക്കെ സ്വന്തമായിട്ടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനും അവനും കൂടി എഴുതിയാണ് ഒരു പാട്ടുണ്ട്. അതൊരു വികൃതിയായ ഒരു കുട്ടി ഒരു മാപ്പിളപ്പാട്ടിൻ്റെ ഒരു ടൂണിൽ ഞങ്ങളൊരു പാട്ട് എഴുതിയ സാധനമാണ്. കിളിയേ ദിക്റ് പാടി കിളിയേ സുബഹിക്ക് അങ്ങനെ ഒരു സാധനത്തിന് ഞങ്ങൾ എഴുതിയ പാട്ടാണ്. മകനേ പൊക്കറുകുട്ടി മകനേ സുബഹിക്ക് എഴുന്നേറ്റ് ഉറങ്ങുന്ന ഉപ്പുപ്പാടെ നിക്കറൂരി എടുക്കുന്ന മകനെ മേലാകപ്പാടെ പൂതപ്പിട്ട് കിടക്കുന്ന ഉമ്മമാനെ വെള്ളം കോരി ഒഴിക്കുന്ന മകനെ വെള്ളം കോരി ഒഴിക്കുന്ന മകനെ. അതൊക്കെ ആ കാലത്ത് ഹിറ്റായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ജെയ്മോൺ സേവിയർ എന്ന് പറഞ്ഞൊരു പാർട്ടി എഴുത്തുകാരനോട് പരിചയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ 2 കാസറ്റ് ചെയ്ത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എടാ നീ ഇപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഇരിക്കണം, നാളെ നീ ദേമാവലി ഒമ്പത്തിൽ പങ്കെടുക്കും, കാരണം എനിക്കറിയാം എന്ന് പറഞ്ഞു. അത് അവൻ പറഞ്ഞ പോലെ തന്നെ പിറ്റേ വർഷം 7ാം ഭാഗം ദേമാവലി കൊമ്പത്ത് 7ാം ഭാഗത്തിൽ 7ാം ഭാഗം മുതൽ ആദർശിക്കയുടെ കൂടെ കൂടി 15ാം ഭാഗം വരെ അദ്ദേഹത്തിൻ്റെ കൂടെ എല്ലാ കാര്യത്തിലും വലങ്കയായിട്ട് ഞാൻ ഉണ്ടായിരുന്നു. ജോർജ് ചേട്ടനോ? ഞാനും ഓണത്തിനിടക്ക് പുട്ടച്ചവടം ഭാഗമായിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ദേമാവലി കൊമ്പത്ത് അതില് ജോർജ് ചേട്ടൻ്റെ ഒരു നാരായണൻകുട്ടിച്ചേട്ടൻ്റെ ശബ്ദമുള്ള പോലത്തെ ഒരു കഥാപാത്രം ഉണ്ടായിരുന്നില്ലേ? സ്ഥിരമായിട്ടുള്ളത് ഈ ശബ്ദമാണ്. സ്ഥിരമായിട്ട് ആ ശബ്ദം കാസറ്റിൽ ഉപയോഗിക്കാറുണ്ട്. പിന്നെ വേറെ കുറെ ശബ്ദങ്ങൾ, കളവന്മാരുടെ ശബ്ദമൊക്കെ ഏതും സെയിം ആണ്, എന്നാലും മാറ്റി മറിച്ചൊക്കെ ചെയ്യും. ശരിക്കും സാജു കൂടിയൻ ചേട്ടൻ വരേണ്ടതായിരുന്നു കേട്ടോ. അദ്ദേഹത്തിന് പനി പിടിച്ച് കിടക്കുന്നോണ്ട് വരാൻ പറ്റൂലെന്ന് അറിയിച്ചാണ്. ഷിജു ചേട്ടൻ എത്ര പാരഡി എഴുതിയിട്ടുണ്ടാവും ഷിജു ചേട്ടാ? അയ്യോ, അങ്ങനെ എണ്ണമൊന്നും വെച്ചിട്ടില്ല, എന്നാലും എനിക്ക് തോന്നുന്ന 1000-ന് മേലെ ചെയ്യുന്നുണ്ട്. അത് എല്ലാം കൂടി ഇലക്ഷൻ കാസറ്റുകൾ പിന്നെ ചെറിയ ചെറിയ പ്രോഗ്രാംസ് എല്ലാം അടക്കം. ശരിക്കും അതിനെ സൂപ്പർ ഹിറ്റ് ആക്കിയ ഒരു പാട്ടായിരുന്നു 10ന്റെ നോട്ടിൽ 100ന്റെ നോട്ടിൽ നിന്ന്. അതിന് ആ ടീമിനെ ഫുൾ നവോദയ ടീമിന്റെ ഫുൾ ആളുകളുടെയും ലൈൻസുകൾ അതിനകത്തുണ്ടായിരുന്നു. ഞാനൊരു 8ാം ഭാഗം മുതലാണ് ഓണത്തിൻ്റെ പുട്ടുവച്ചോടത്തിൽ പങ്കെടുക്കാൻ എത്തുന്നത്. ചെറിയ ചെറിയ പാട്ടുകളൊക്കെ പറഞ്ഞ് രഘു കളമശ്ശേരിയാണ് ശരിക്കും ഒരു ട്വിസ്റ്റ്. വഴിയിൽ വെച്ച് കണ്ടു, അപ്പോൾ എനിക്കൊരു അവസരം രഘുവാണ് തന്നത്. ഞാൻ 2 പേര് പാടി കേൾപ്പിച്ചു. അപ്പോൾ അങ്ങനെ ചെന്നു, പുട്ടുവച്ചോടത്തിൽ ചെന്നു. കുറേ കാലങ്ങൾ, പിന്നെ 8 മുതൽ 23 ഭാഗം വരെ ഞാൻ ഉണ്ടായിരുന്നു. ഇതിനിടയിൽ എല്ലാവരും തിരക്കുള്ള ആളുകളായി പോയപ്പോഴാണ് പുട്ടുവച്ചോടത്തിലെ സംവിധായകനായി ഞാൻ മാറുന്നത്. അത് വീഡിയോ കാസറ്റിൽ 4 വീഡിയോ കാസറ്റ് അവൻ ഡയറക്റ്റ് ചെയ്തു. ആദ്യമായിട്ട് ക്യാമറയുടെ സൈഡിൽ ഇങ്ങനെ നിന്നിട്ട് ആക്ഷൻ എന്ന് പറയാൻ അവസരം കിട്ടിയ നടനാണ് സലീമേട്ടൻ. സലീമേട്ടൻ ആ പാട്ടിൽ സ്വാമിജിമാർക്കെല്ലാം എന്നുള്ളൊരു പാട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, ഈ ചാനലില് ഞാൻ ഒരു TV പ്രോഗ്രാം ചെയ്തിരുന്നല്ലോ, അതിൽ തന്നെ ഒരു 300ഓളം പാട്ടുകൾ ഷിജു ചെയ്ത് ഞങ്ങൾ വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട്. 1000 പാട്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെ പോയാലും എവിടെയെങ്കിലും പലപ്പോഴും പാട്ട് റെക്കോർഡിങ്ങിന് മുമ്പ് പുള്ളി അന്ന് രാവിലെ പോലും എഴുതിയിട്ടുണ്ടാവില്ല.
സ്റ്റുഡിയോട്ട് പോയിക്കോ, ഞാൻ റെഡി ആയിക്കോളാം എന്ന് പറയും. പകുതി 4 വരെ എഴുതിയിട്ടുണ്ടാവും, ബാക്കി 4 വരെ പുള്ളി സ്റ്റുഡിയോ ചെന്നിട്ടായിരിക്കും 4 അല്ല ബാക്കിയുള്ള ഭാഗങ്ങൾ എഴുതുന്നത്. അത്ര ഫാസ്റ്റാണ് നമസ്കാരം. എത്ര കാസറ്റ്? അല്ല, ഞാൻ കാസറ്റുകളുടെ എണ്ണം പറഞ്ഞാൽ ഒരു 10-250 ഈ ഓഡിയോ കാസറ്റുകളിൽ വർക്ക് ചെയ്തിട്ടുണ്ടാവും. ഞാൻ എറണാകുളത്തേക്കൊക്കെ ഈ ഒരവസരത്തിന് വേണ്ടിയൊക്കെ വരുന്ന സമയത്ത് സാജൻ പള്ളുരുത്തി, ഹരിശ്രീ മാർട്ടിൻ, തോമസ് തോപ്പിൽക്കുടി എന്നൊക്കെ പറഞ്ഞ ഓഡിയോ കാസറ്റ് രംഗത്തെ മമ്മൂട്ടിയും മോഹൻലാലും പൃഥ്വിരാജും ഒക്കെ ആയിരുന്നു. അപ്പോൾ അവരുടെ അടുത്ത് വന്ന അവസരം അങ്ങനെ കിട്ടാൻ വേണ്ടി നടന്നപ്പോൾ മനോജ് ഗിന്നസ് ആണ് എനിക്കൊരു ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഈ ഓണത്തിനിടയ്ക്ക് പുട്ട് കച്ചവടത്തിലൊക്കെ അവിടെ വന്നു. അങ്ങനെ അതിനുശേഷം ഓരോരോ പരിപാടികളായിട്ട് ഒരുപാട് കാസറ്റുകളിൽ എഴുതാൻ സാധിച്ചു. തോമസ് ആണ് ആദ്യമായിട്ട് സ്വതന്ത്രമായിട്ട് എഴുതാൻ വേണ്ടിയിട്ട് ഒരു കാസറ്റ് എഴുതാൻ വേണ്ടിയിട്ട്. തോമസിന് എന്തോ തിരക്കാണ്, അപ്പോൾ നീ ഒന്ന് എഴുതുമെന്ന് ചോദിച്ചു. അങ്ങനെ എഴുതി, ഒരു ഓഡിയോ കാസറ്റ് എഴുതി. അങ്ങനെ ഒരു ഓണക്കാലത്ത് മാത്രം ഒരു 12-13 ഓഡിയോ കാസറ്റുകൾ ഞാൻ എഴുതിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അന്ന് ഞാൻ ഷാജോണൊക്കെ മിമിക്രി കലാഭമണിനെ ചേട്ടനൊക്കെ അനുകരിച്ച് തുടങ്ങുന്ന സമയത്തായിരുന്നു. അപ്പോൾ ഞാനും ഷാജോണും മാത്രമായിട്ട് 2 പേര് നിന്നിട്ട് 6-7 കാസറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ സ്റ്റുഡിയോയിൽ സ്റ്റുഡിയോയിൽ ഇന്ന് സ്കിറ്റ് ഉണ്ടാക്കുന്നതും പറയുന്നതും എല്ലാം ഞങ്ങൾ തന്നെ. അപ്പൊ ഒരുപാട് സന്തോഷം. അന്നുള്ള സൂപ്പർ സ്റ്റാറുകളുടെ വഴക്കുകളില് ഓണത്തിനിടയ്ക്ക് പുട്ടുവച്ചോടും മാവിലും ഒമ്പത്തും തമ്മിൽ ചെറിയ കോമ്പറ്റീഷൻ ഉണ്ട്. ഇതിൽ പങ്കെടുക്കുന്നവൻ അതിൽ പങ്കെടുക്കൂല, അതിൽ പങ്കെടുക്കുന്നവൻ ഇതിൽ പങ്കെടുക്കൂല എന്നൊക്കെ പറയുന്ന ചില വഴക്കുണ്ടായിരുന്നു. വളരെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത കുറച്ച് ആൾക്കാരെ മാത്രമേ 2 പേർക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളായിരുന്നു. കാരണം അവനെ ഒഴിച്ചു നിർത്തിയ നടക്കൂല എന്നുള്ള പ്രശ്നമുള്ളത്. അങ്ങനെയുള്ള ഒരാളായിരുന്നു കലാഭവൻ ജോഷി ചേട്ടൻ. കാരണം 2 കാസറ്റിലെയും ഇന്നസെന്റ് ജോഷി ചേട്ടനാണ്. ദിലീപേട്ടൻ പോയ ശേഷം അതെ 2 കാസറ്റിലും ഏറ്റവും കൂടുതൽ തവണ ഇന്നസെന്റ് തന്നെ ചെയ്തിട്ടുള്ളത് ജോഷി ചേട്ടനാണ് അല്ലേ? ഞാനിപ്പോ പറഞ്ഞ മാതിരി രഘു കളമശ്ശേരി എന്ന് പറയുന്നത് ഐസക് ന്യൂട്ടനാണ് ആള്. ആൾക്കാരെ കണ്ടെത്തുന്ന ഒരാളാണ് പുള്ളി. അതായത് എന്നെയും കണ്ടെത്തിയത് രഘു തന്നെയാണ്. എന്നെ കലാഭവനിൽ ഒരു ഷോ, ഹരിശ്രീയുടെ പരിപാടി നടക്കുന്നു, കലാഭവന്റെ പരിപാടി നടക്കുന്നു. അവിടെ വെച്ചാണ് ഇന്നസെന്റ് പുട്ടുകച്ചവടത്തിലില്ല. അപ്പോൾ ഒരു പുതിയൊരു ഇന്നസെന്റിനെ വേണം അവർക്ക്. അങ്ങനെ എൻ്റെ ഒരു ശബ്ദം കേൾക്കുകയും രഘു എന്നെ കൊണ്ടുപോയി ആലാബ് സ്റ്റുഡിയോയിൽ കൊണ്ടുപോയി വോയിസ് ടെസ്റ്റ് നടത്തുകയൊക്കെ ചെയ്ത് അത് വലിയൊരു സംഭവമാണത്. പിന്നെ എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യം കിട്ടിയത് ഇപ്പോൾ 82 കാസറ്റ് ഇറങ്ങി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് 8 വയസ്സാണ്. ഞാൻ മിമിക്രിയെ പോലും സിനിമയെ പോലും ഒന്നും ചിന്തിക്കാത്തൊരു കാലം. പക്ഷെ എനിക്ക് വലിയ ഭാഗ്യമാണ് ഇങ്ങനെയുള്ളൊരു വലിയൊരു കലാകാരൻ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഈ വേദിയിൽ നിൽക്കാൻ സാധിച്ചാലും ഞാൻ നന്ദി പറയുകയാണ്. അത് മാത്രമല്ല, ഇപ്പം ഇന്നസെന്റ് നോർക്ക ഇന്നസെന്റ് അവാർഡ് എന്ന് പറയുന്ന ഒരു അവാർഡ് കഴിഞ്ഞ മാസം ജോഷിക്ക് ലഭിക്കുകയുണ്ടായി. അത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ അഭിനന്ദിക്കേണ്ട ഒരു കാര്യമാണ്. ജോഷി ചേട്ടൻ ഇന്നസെന്റ് ആയിരിക്കുമ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ പുട്ട് കച്ചവടത്തിന് നല്ല പൈസ കിട്ടി തുടങ്ങി. കാസറ്റ് നല്ല കച്ചവടമാക്കിയപ്പോൾ ഒരു തവണ ഒറിജിനൽ ഇന്നസെന്റിനെ കൊണ്ടുവന്നു കാസറ്റ് ചെയ്യാൻ വേണ്ടി. ആ കൊല്ലം മാത്രമാണ് ആൾക്കാർ പറഞ്ഞത് ഇത്തവണ ഇന്നസെന്റ് അത്ര വോയിസ് കറക്റ്റ് അല്ല ആ കാസറ്റിനകത്ത്. കാരണം ജോഷി ചേട്ടന്റെ ഇന്നസെന്റ് പോലെയല്ല ഒറിജിനൽ ചെയ്യുന്നത്. ഒറിജിനൽ ചെയ്തപ്പോൾ ഒരുപാട് പരാതി വന്നു, ഇത്തവണത്തെ ഇന്നസെന്റിന്റെ ശബ്ദം അത്രയ്ക്ക് അങ്ങോട്ട് നന്നായില്ല. അല്ല ജോഷി ഹനീഫ് ഖാനെ വിളിച്ചിട്ട് പോയി ഒരു കാസറ്റിന് ഇരിക്കാടൻ ചത്തേ. അതെ, അത് പറയാൻ പറ്റാണ്ട് ജോഷി ഹനീഫ് ഖാനെ പറഞ്ഞ് പഠിപ്പിച്ച്. അങ്ങനെയല്ല, കീർക്കാട് ചത്തേ. ഹനീഫ് ഖാൻ എന്നോട് പറഞ്ഞാണ്, എടാ ഞാൻ അവന്റെ കേട്ട് ചെയ്യേണ്ട വന്നു. അപ്പൊ നമുക്ക് സംസാരമൊക്കെ കൂടെ നിർത്താം. നമ്മൾ ഈ ഇവരെ പ്രതിഭകളെയൊക്കെ വെറുതെ പ്രതിമകളാക്കി നിർത്തിയിട്ട് കാര്യമില്ല. അപ്പൊ നമുക്ക് കാസറ്റ് ഇറക്കുന്നതിനെ കുറിച്ച് ഒരു ചർച്ച ചെയ്യാം. അല്ലെ, അത് ഒരു മിനിറ്റ് ആധികാരികമായിട്ട് സംസാരിക്കേണ്ടത് താങ്കൾ ഈ കാസറ്റിലുണ്ടോ? ഞാനല്ലേ പ്രൊഡ്യൂസ് ചെയ്യണത്. അല്ല, നിങ്ങളാണ് പ്രൊഡ്യൂസർ. എന്റെ പാരഡി പാട്ട് ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങളെയൊക്കെ വിളിച്ചു വരുത്തിയത്. ഇവരില്ലേ, ഇവര് രണ്ടുപേരും ഇല്ലേ? അതല്ല, ഞങ്ങൾ അറിഞ്ഞു വരുന്നല്ലേ സലീം കുമാർ, വിഷാരടി ഇവരൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ സഹകരിക്കാൻ വേണ്ടി വന്നതാണ്. പാർട്ടി അതല്ല, ഈ കാസറ്റിൽ പങ്കെടുത്ത മുൻപരിചയം വരുന്നുണ്ടോ? അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡ്യൂസർക്ക് ഒരു ചെറിയ വേഷ പടത്തിൽ ചെയ്യാനുള്ള അധികാരം ഇല്ല ഇവിടെ. നിങ്ങൾക്ക് എന്താണ് ഞങ്ങളുടെ ഈ കാസറ്റിൽ പങ്കെടുക്കാനുള്ള ഒരു ഗുണം? എന്താണ് കഴിവ്? ഒരു കഴിവ് എന്താണ്? താങ്കൾക്ക് എന്ത് കഴിവുണ്ട്? ചിരിക്കാനല്ലേ പറഞ്ഞത്? അമ്മാവന്റെ പാട്ട് പാടിക്കൊടുക്കും. അവര് അമ്മന്റെ കഴിവ് അതായിരിക്കും നല്ലതല്ലേ? അപ്പൊ എന്റെ പാട്ട് കേട്ടിട്ട് നിങ്ങൾ എന്റെ കാസറ്റിൽ വർക്ക് ചെയ്യണോ വേണ്ടെന്ന് നിങ്ങൾ തീരുമാനിക്കാം. തീരുമാനിക്കും. അന്ന് പിന്നെ കൊശവമാമന്റെ ഒരു പാട്ട് ഞാൻ മെമ്മറി പോയ ആളെയാണ് ഞാൻ എടുത്തെന്നാണ് അവിടെ. കേശവമാമനാണ് ഈ പടം. എല്ലാവർക്കും നമസ്കാരം. ദേ ഫണ്ട്സ് അപ്പോൺ എ ടൈമിനിടയ്ക്ക് പുട്ട് കച്ചവടം എന്ന എൻ്റെ ഓഡിയോ കാസറ്റിലെ ഞാൻ പാടാൻ പോകുന്ന ചിലപ്പോൾ പാടിപ്പോയേക്കാവുന്ന ഇത്രയും കൊമ്പന്മാർ ഇവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ മുഴുവൻ ഒരു വിപ്ലവം സൃഷ്ടിച്ച നമ്മുടെ അരിക്കൊമ്പനെ കുറിച്ചാണ് എൻ്റെ ആദ്യത്തെ പാട്ട്.
ചിന്നക്കനാൽ കാടുകളിൽ തുള്ളിച്ചാടിയോടി വരും കൊമ്പന അരിക്കൊമ്പന. ചിന്നക്കനാൽ കാടുകളിൽ തുള്ളിച്ചാടിയോടി വരും കൊമ്പന അരിക്കൊമ്പന. റേഷൻ അരി സ്മെല്ലടിച്ചാൽ റേഷൻ കട തേടി വരും കൊമ്പന അരിക്കൊമ്പന. റേഷൻ അരി സ്മെല്ലടിച്ചാൽ റേഷൻ കട തേടി വരും കൊമ്പന അരിക്കൊമ്പന. ഒരു വെയിലിൽ ജോലി ചെയ്ത് തളരുന്ന തൊഴിലാളിയെ ഓടിച്ചിട്ട് പേടിപ്പിക്കും കൊമ്പന. ഒരു വെയിലിൽ ജോലി ചെയ്ത് തളരുന്ന തൊഴിലാളിയെ ഓടിച്ചിട്ട് പേടിപ്പിക്കും കൊമ്പന. ഇവനെന്തു ചെയ്താലും എവിടിട്ട് കൂത്തിയാലും നമ്മുടെ സെലിബ്രിറ്റി കൊമ്പന അരിക്കൊമ്പന. ഇവനെന്തു ചെയ്താലും എവിടിട്ട് കൂത്തിയാലും നമ്മുടെ സെലിബ്രിറ്റി കൊമ്പന അരിക്കൊമ്പന. ചിന്നക്കനാൽ കാടുകളിൽ തുള്ളിച്ചാടിയോടി വരും കൊമ്പന അരിക്കൊമ്പന. ഇവനെന്നും തുണയായി അതിലേറെ തണലായി എന്നെന്നും കൂടെ ചക്കക്കൊമ്പന. ഈ സ്റ്റേറ്റും വിട്ടേച്ച് തമിഴ്നാട് സ്റ്റേറ്റിന്റെ എൻട്രി പാസ് കൈക്കലാക്കിയ കൊമ്പന. പെറ്റമ്മ കുടികൊള്ളും കുഴിമാട് തരികത്ത മുടങ്ങാതിന്നെത്തിടുന്ന കൊമ്പന അരിക്കൊമ്പന. പെറ്റമ്മ കുടികൊള്ളും കുഴിമാട് തരികത്തായി മുടങ്ങാതിന്നെത്തിടുന്ന കൊമ്പന അരിക്കൊമ്പന. ചിന്നക്കനാൽ കാടുകളിൽ തുള്ളിച്ചാടിയോടി വരും കൊമ്പന അരിക്കൊമ്പന. റേഷൻ അരി സ്മെല്ലടിച്ചാൽ റേഷൻ കട തേടി വരും കൊമ്പന അരിക്കൊമ്പന. കൊമ്പന അരിക്കൊമ്പന കൊമ്പന അരിക്കൊമ്പന. ഈ ഓഡിയോ കാസറ്റിൽ നമ്മ ചേരുവാനുള്ള യോഗ്യത ഉണ്ട് അല്ലേ? അല്ല എനിക്ക് പാട്ടിനേക്കാൾ ഇഷ്ടപ്പെട്ട ഡാൻസ് ആണ്, പക്ഷെ അത് ഓഡിയോ കാസ്റ്റ് പറ്റൂലല്ലോ. അത് പറ്റില്ല, അത് പറ്റില്ല. കട്ട് ചെയ്ത് മാറ്റാം. മാമന്റെ ഡാൻസ് കണ്ടപ്പോ ആനേനെ കുറിച്ചുള്ള പാട്ടാണ് മയക്കോടി വെക്കേണ്ടി വരുമെന്ന് വിചാരിച്ചു. അല്ല ഷിജു, അല്ല ഞാൻ വേറെ കാര്യം പറയാം ഷിജു. ഞാൻ പറഞ്ഞു വരുന്നത് കാരണം ഇന്നത്തെ ട്രെൻഡിനനുസരിച്ചുള്ള പാട്ടുകൾ തയ്യാറാക്കാൻ ഇപ്പോ കേശവമാമൻ സാധിക്കുന്നു. ഇനി പറയണം സാർ, ഞാൻ നന്നായിട്ട് പാടിയില്ലേ? എൻ്റെ പാട്ട് കേട്ട് നിങ്ങളെല്ലാവരും കൈയടിച്ചില്ലേ? പറ, എനിക്ക് ഓഡിയോ കാസറ്റിൽ പങ്കെടുക്കാനുള്ള കഴിവില്ലേ സാർ? തന്റെ പാട്ട് നന്നായി, പക്ഷെ മമ്മൂട്ടി അനുകരിച്ചത് നന്നായില്ല. അതുപോലെ ഇവിടെ കിടന്ന് ഈ അരിക്കൊമ്പന്റെ പാട്ടും പാടി വെറുതെ കിടന്ന് തുള്ളിയിട്ട് കാര്യമില്ല. അത് ഓഡിയോ കാസറ്റ് അല്ലേ ഇത്? അതെ, ഓഡിയോ കാസറ്റ് പഴയ കാലത്തേക്കല്ലേ പോണത്? പഴയ കാലത്തേക്ക് ഇവിടെ കിടന്ന് ഓടിയതല്ലാതെ ഓഡിയോ കാത്തി ഓട്ടോ അങ്ങനെ കാണിക്കാൻ പറ്റും? അതെ. അല്ല, നിങ്ങളൊന്ന് വീഴ്ത്താൻ വേണ്ടിയിട്ട്. ഞങ്ങളെ വീഴ്ത്താൻ എന്തെല്ലാം കുഴി പോലെ കുഴി കുഴിച്ചാ പോരാർന്നാ? എന്നെ അങ്ങോട്ട് കുണ്ടന്നോല്ല നിങ്ങളിലേക്ക് കുഴി കുഴിച്ച് അതിനകത്ത് ഇടണം. ഇത് പോരാ. ഒരു കസേര ഞാൻ കുറച്ചു നേരം ചേട്ടാ നന്നായിട്ട് പാടി, അപ്പൊ ഒരു അവസരം കൊടുക്കാം നമുക്ക്. നമുക്കറിയേണ്ടത് ഇത് ആരാണ് ശരിക്കും പാട്ട് എഴുതിയ ആളെന്നാണ്. മാമനൊരു കസേരയോട് മാമൻ എന്തായാലും പാടി ശ്രദ്ധിക്കും. നല്ലൊരു കാസറ്റിൽ ഫിക്സ്. പുല്ലാങ്കുഴൽ സംഗീതത്തിന്റെ മധുരവുമായി ഇതായെത്തുന്നു രാജേഷ് ചേർത്തലയും സംഘവും.
ഞാനും കേട്ടിട്ടുണ്ട്. അതിൽ ഈ ഫീമെയിലിന്റെ വോയിസിൽ പാടുന്നതും നിങ്ങൾ ആണുങ്ങൾ തന്നെ. എന്തുകൊണ്ട് അന്നൊരു പെണ്ണിനെ വിളിക്കാഞ്ഞേ? അല്ല, ആ ചോദ്യം തെറ്റാണ്. ഫീമെയിൽ വോയിസിൽ പാടാനൊക്കെ ഞങ്ങൾ പെണ്ണുങ്ങൾ വിളിച്ചിട്ടുണ്ട്. കോമഡി ചെയ്യാൻ വേണ്ടി ഞങ്ങൾ വിളിച്ചിട്ടില്ലെന്നേ ഉള്ളൂ. പിന്നെ അതുമല്ല, ഓരോരുത്തർക്കും ഒരു 5-6 ഫീമെയിൽ വോയിസ്, വെറൈറ്റി ഫീമെയിൽ വോയിസ് ചെയ്യാൻ കഴിവുള്ളവർ തന്നെയായിരുന്നു എല്ലാവരും. അപ്പൊ നിങ്ങള് ശ്രമിച്ചിരുന്നോ? ഒരു ലേഡിയെ വിളിക്കാൻ ശ്രമിച്ചിരുന്നോ? ഈ മേഖലയിൽ എന്താണെന്നല്ലേ ചോദിച്ചത്? ഇവന്മാരുടെ കയ്യിരിപ്പ് തന്നെ അത് തന്നെ. അല്ല സരിവേട്ടാ, ഞാനൊക്കെ ഫീമെയിൽ വോയിസിൽ പുതിയ കാര്യം തുടങ്ങുമ്പോഴേ, എന്തൊരു പുതിയ കാര്യം തുടങ്ങുമ്പോഴത് ആണുങ്ങൾ തുടങ്ങി വെക്കും. പിന്നെ പതിയെ പതിയെ പെണ്ണുങ്ങൾ അല്ല, ആ സമയത്ത് നല്ല കുറിയൊക്കെ തൊട്ട് കുട്ടപ്പന്മാരായിരുന്നു. അല്ല, സ്കിറ്റില് താരതമ്യേന അന്ന് സ്കിറ്റ് കളിക്കാൻ പെണ്ണുങ്ങൾ കുറവായിരുന്നു. എന്റെയൊക്കെ ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം ധർമ്മജന്റെ പെൺവേഷത്തിന്റെ കൂടെ പോയ ഒരാളാ ഞാൻ. വലിയ പാടാ. അത് മാത്രമല്ല, ഞാനേ ഒരു ഏപ്പഴത്തിന്റെ ടൈറ്റിൽ കാർഡ് കണ്ടപ്പോ എപ്പോഴും വെച്ചാ അല്ല മനസ്സിലായോ? സ്പെഷ്യൽ ഇഫക്ട്സ് കലാഭവൻ ജോഷി. സ്പെഷ്യൽ ഇഫക്ട്സ് കലാഭവൻ ജോഷി. അപ്പൊ ഞാൻ ഓർത്തു അദ്ദേഹം വല്ല ഗ്രാഫിക്സ് ഒക്കെ, അന്ന് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ഒക്കെ തുടങ്ങുന്നുള്ളൂ. അപ്പൊ എന്ത് ഗ്രാഫിക്സ്, ഇതിലായിട്ടൊരു ഗ്രാഫിക്സ് ഇല്ലാത്ത പടമാണ് എന്താണെന്ന് നോക്കുമ്പോ ഈ ഏപ്പടത്തിലെ ഇങ്ങനത്തെ ഈ ശബ്ദം ഡബ് ചെയ്യാൻ ഒറിജിനൽ പെണ്ണുങ്ങളെ കിട്ടൂല. ഒറിജിനൽ പെണ്ണുങ്ങൾ പല ഡബിങ് ആർട്ടിസ്റ്റുകളും ഇതാണെങ്കിൽ ഞാൻ വരൂല്ല എന്ന് പറയും. ഏപ്പടത്തിന്റെ ഡബിങ് ആകുമ്പോ അവർക്ക് സ്റ്റുഡിയോ പോകാനും നിൽക്കാനൊക്കെ മടിയായതുകൊണ്ട് ജോഷി ചേട്ടനാണ് നെയ്യപ്പം നിന്നാൽ രണ്ടുണ്ട് കാര്യം. അന്ന് മുതലാണ് അവൻ എ ക്ലാസ് മിമിക്രി ആർട്ടിസ്റ്റ് ആയത്. എ ക്ലാസ് മിമിക്രി ആർട്ടിസ്റ്റ് ജോഷി കലാഭവൻ. ആ കാലത്ത് കണ്ടമാനം വരെ പറ്റിച്ചിട്ടുണ്ട് നമ്മള് ഫോണില്, അല്ലേ? ഈ യൂസഫിനൊക്കെ ഞാൻ കുറെ പറ്റിച്ചിട്ടുണ്ട്. ഹലോ യൂസഫ് അങ്കിളല്ലേ, എനിക്കൊരു ചാൻസ് തരുമോ എന്നൊക്കെ പറയുമ്പോ വൈറ്റ് ജംഗ്ഷനിൽ വരൂ, അവിടെ. അപ്പൊ തന്നെ ഞാൻ പറയും ഏലൂർ ജോർജിനെ വിളിക്കാൻ പറയും. അപ്പൊ തന്നെ ഞാൻ പറയും ഏലൂർ ജോർജിനെ വിളിച്ചാൽ മതി. എനിക്കറിയാലോ ഇവരാണ് പറ്റിക്കുന്നത്. അല്ല, ഈ ഞാനൊരു കാര്യം പറയട്ടെ. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ശരിക്കും ലാലൊക്കെ ഒരുമിച്ചാണ് പഠിച്ചത്. സിദ്ദിഖ് ലാല. ഈ സ്ത്രീ വേഷങ്ങൾ കിട്ടുന്നത് കൂടുതലും ലാലായിരുന്നു. അതിന്റെ കാരണം എന്താണെന്നറിയോ? പുള്ളിയുടെ സൗണ്ട് ഫീമെയിൽ വോയിസ് ആയിരുന്നു. ഒരു അത്ഭുതകരമായ കാര്യമാണ്. പിന്നെ മാറിയതാണ് ഇപ്പൊ കേൾക്കുന്നത്. ഇപ്പോഴും അതേ ശ്രീവേഷം തന്നെയാ. അത് അഭിനയിക്കണേണ്. എന്തോ അത് അഭിനയിക്കണ ശരിക്കും ഫീമെയിൽ തന്നെ കിടക്കുകയാണ്. ശബ്ദാനുകരണ രംഗത്തൊക്കെ നമ്മളൊക്കെ ആദ്യം ഉണ്ടായെങ്കിലും പിന്നീട് വന്ന തലമുറയ്ക്ക് വേണ്ടി നമ്മൾ മാറിക്കൊടുക്കണേണ്. കാര്യം രൂപവും ശബ്ദവും സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെയാണ്. അത്ര വന്നു കഴിഞ്ഞപ്പോ നമുക്കൊന്നും പറഞ്ഞ് അങ്ങോട്ട് പിടിപ്പിക്കാൻ പറ്റില്ല. സാഞ്ചേട്ടൻ നടന്മാരെ അനുകരിക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ഒരു സമയത്ത് കുറെയൊക്കെ ചെയ്യും, കുറെ ചെയ്യുമായിരുന്നു. ഏതൊക്കെ ചെയ്യുമായിരുന്നു? പിന്നെ ആമ്പിള്ളേരെ കണ്ടതോടുകൂടി ഞാൻ നിർത്തിക്കളഞ്ഞു. ഏതാണ്ട് ഏതൊക്കെയായിരുന്നു സാഞ്ചേട്ടൻ ചെയ്തത്? നരേന്ദ്രപ്രസാദ് ചെയ്ത് ഞാൻ കേട്ടിട്ടുണ്ട്. പേഴ്സണലായിട്ട് പറയാ, എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കാലരാത്രിയാണ്. നിന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ആദ്യ രാത്രിയാണ്. സഹകരിച്ച സഹകരണ സംഘം, ഇല്ലെങ്കിൽ വിലാൽ സംഘം എന്ന് പറയുന്നത് പോലെ. ഇതാണ് എന്റെ വഴി, ഞാൻ പോകുന്നു. ശിഖണ്ഡിയെ മുൻനിർത്തി അർജുനൻ യുദ്ധം ചെയ്തത് നീ കേട്ടിട്ടുണ്ടോ? ചേട്ടാ, സത്യത്തിൽ എന്റെ മുഖമൊന്ന് പടച്ചതുപോലെയാ തോന്നിയത്. ഇല്ലം കത്തിയിരിക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടത്. നീ എന്റെ ശബ്ദവും കേട്ടിട്ടുണ്ട്, നിന്റെ കൂടെ നീ നടന്നിട്ടുമുണ്ട്. വിടില്ല, നിന്നെ ഞാൻ വിടില്ല. പിഷാരടി അടിച്ച് മാറ്റുമെന്ന് ഓർത്തിട്ടെ ഒന്നും ഇറക്കാണ്ടിരിക്കുന്ന പുള്ളി. ഇറക്കാണ്ടിരിക്കാനേ 19 വർഷവും ഞാനാ ചെയ്തോണ്ടിരുന്നത് പല ശബ്ദങ്ങളും. ഇനി നമുക്ക് കുറച്ച് നല്ല പുല്ലാങ്കുഴൽ മാസ്മരിക സംഗീതം ആസ്വദിച്ചാലോ?